തിരുഹൃദയ തിരുനാൾ. തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ദിനം എന്ന രീതിയിലാണല്ലോ ഇന്ന് നാം ആചരിക്കുന്നത്. ഈ ആചരണത്തിന്റെ പുറകിലുള്ള വസ്തുത ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിന് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന യേശുവിന്റെ വ്യക്തിപരമായ പ്രത്യക്ഷീകരണവും തുടർന്നുണ്ടായ സംഭാഷണങ്ങളുമാണ്. മാർഗ്രറ്റ് മേരി അലക്കോക്ക് എന്നായിരുന്നു ആ സിസ്റ്ററിന്റെ പേര്. 17-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ പാർലമോണിയ എന്ന് പറയുന്ന ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു മഠത്തിലായിരുന്നു അന്ന് സിസ്റ്റർ വസിച്ചിരുന്നത്. ഈ വസിച്ചിരുന്ന സ്ഥലം നേരിൽ കണ്ട് കുറെ സമയം അവിടെ ചെലവഴിക്കുന്നതിനുള്ള അവസരം എന്റെ ജീവിതത്തിൽ കൈവന്നത് ഞാൻ ഓർക്കുകയാണ്. അവിടെ ജീവിച്ചിരുന്ന ആ സിസ്റ്ററിന് ഒരവസരത്തിൽ യേശു വ്യക്തിപരമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും യേശു പല കാര്യങ്ങളും ആ സിസ്റ്ററിനെ വെളിപ്പെടുത്തിയെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ ദിനാചരണത്തിന്റെ പുറകിലുള്ള വസ്തുത. കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് ഒരിക്കലും ദൈവത്തിന്റെ പ്രത്യേക പരിപാലന എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ പിന്നീട് ഈ പ്രത്യക്ഷവും അതിനോട് ശേഷമുള്ള സന്ദേശങ്ങളും ലോകത്തിൽ വളരെ പെട്ടെന്ന് പ്രചരിക്കാനിടവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടെ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1895 മാത്രമാണ് ലിയോ 13-ാമൻ മാർപ്പാപ്പ ലോകത്തെ മുഴുവനും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം സാർവത്രിക സഭയിൽ തിരുഹൃദയത്തിന്റെ തിരുനാളായിട്ട് ആചരിക്കുന്ന പതിവും ആരംഭിക്കാനിടവന്നത്. ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളിലെ ഏതാണ്ട് ഒട്ടുമുക്കാലും വളരെ സജീവമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഭക്തിയാണ് തിരുഹൃദയ ഭക്തി. എന്നല്ല, യേശുവിന്റെ ഛായാചിത്രത്തിൽ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ഛായാചിത്രം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അത് തിരുഹൃദയത്തിന്റെ ഛായാചിത്രം ആയിരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രസക്തവും അർത്ഥപൂർണവുമാണ് എന്ന് വേണം വിചാരിക്കാൻ. കാരണം തിരുഹൃദയം എന്ന് പറയുമ്പോൾ യേശുവിന്റെ ഹൃദയം, യേശുവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മനസ്സ്. എന്നാൽ മനസ്സ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്ന രീതിയിൽ പല സങ്കീർണതകൾ അതിൽ വന്ന് പെടാം എന്ന് ഒരിക്കലും ലളിതമായിട്ട് പറഞ്ഞാൽ ചിന്തിക്കുന്ന മനുഷ്യരിലെല്ലാം മനസ്സുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അപ്പം മനസ്സും ചിന്തയുമായിട്ട് ബന്ധമുണ്ട്, മനസ്സും ചിന്താഗതിയുമായിട്ട് ബന്ധമുണ്ട്, മനസ്സും ആ മനുഷ്യന്റെ ദർശനവുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ വരുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിന്റെ തിരുനാള്, തിരുഹൃദയത്തിന്റെ തിരുനാള് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മനസ്ഥിതിയുടെ തിരുനാള് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. മനസ്ഥിതിയുടെ തിരുനാള് എന്ന് പറഞ്ഞാൽ മനസ്ഥിതി സമഗ്രമായ രീതിയിൽ മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും ആ മനസ്ഥിതി നമ്മിൽ വളർത്തിയെടുക്കാനുള്ള പരിശ്രമവും എന്നതാണ് ഈ തിരുനാളിന്റെ ചൈതന്യമായിട്ട് വരിക. യേശുവിന്റെ മനസ്ഥിതി എന്താണ് എന്നതിനെ സംബന്ധിച്ച് എന്റെ ചിന്ത വന്ന് എത്തിയിരിക്കുന്നത് 3 വാക്കുകളിൽ വളരെ ലളിതമായിട്ട് നമുക്കതിനെ ക്രോഡീകരിക്കാനാകും എന്നതാണ്. അതിൽ ഒന്നാമത്തെ വാക്കാണ് ആത്മാർത്ഥത, രണ്ടാമത്തെ വാക്കാണ് സത്യസന്ധത, മൂന്നാമത്തെ വാക്കാണ് തുറവി. ആത്മാർത്ഥമായിട്ടുള്ള ഒരു ജീവിതശൈലി, സത്യസന്ധമായിട്ടുള്ള പ്രവർത്തന ശൈലി, തുറവിയുള്ള ഒരു മനസ്ഥിതി, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന രീതിയിലാണ് യേശുവിന്റെ മനസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശു ജീവിച്ചിരുന്ന അവസരത്തിൽ തന്നെ പല വ്യക്തികളും യേശുവിനെ വിമർശിക്കുന്നതായിട്ട് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എത്ര കടുത്ത വിമർശകരായാലും ശരി, യേശുവിനെ സംബന്ധിച്ച് ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യൻ എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നേരെ മറിച്ച് ആത്മാർത്ഥതയോടുകൂടെ സ്നേഹത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നവൻ എന്ന് വിമർശകർ പോലും പറയാനിടവന്നതായിട്ട് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. രണ്ടാമത്തെ പദമായിട്ട് നാം മുന്നോട്ട് വയ്ക്കുന്നത് സത്യസന്ധതയാണ്. യേശുവിനെ സംബന്ധിച്ച് വിരോധികൾ പോലും നുണ പറയുന്നവൻ എന്ന് പറഞ്ഞായിട്ട് നാം ഒരിക്കലും കേൾക്കാൻ ഇടവന്നിട്ടില്ല. മറിച്ച് യേശു തന്നെ സത്യമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് മാത്രമല്ല,
ഞാൻ സത്യം തന്നെയാണ് എന്ന അവകാശവാദം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിട്ടും നാം കാണുന്നു. ഇതേവരെയുള്ള ലോകചരിത്രത്തിൽ ഇത്തരത്തിൽ മറ്റൊരു വ്യക്തി ഒരു അവകാശവാദം നിരത്തിയതായിട്ട് നമുക്ക് അറിയാവുന്നതല്ല. ഞാൻ സത്യമാണ് എന്ന് പോലും പറയാവുന്ന സത്യസന്ധത ജീവിതത്തിൽ ഉടനീളം പുലർത്താൻ ഇടവന്നവനാണ് യേശു. മൂന്നാമത്തെ കാര്യമാണ് തുറവി. ഈ തുറവിയുള്ള ഒരു ഹൃദയമാണ് യേശുവിൻ്റേത്, തുറവിയുള്ള ഒരു മനസ്ഥിതിയാണ് യേശുവിൻ്റേത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാൻ ചാതുര്യം കാണിക്കുന്ന ഒരു വ്യക്തി ആണ് യേശു എന്നുള്ളത് സുവിശേഷങ്ങളിൽ നിന്ന് സുവിധമാണ്. പാവപ്പെട്ടവരാകാം, ധനികരാകാം, രോഗികളാകാം, പണ്ഡിതന്മാരാകാം, ദരിദ്രരാകാം, ആരുമാകട്ടെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആയിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമവും നടത്തുന്ന ഒരു വ്യക്തിയെയാണ് സുവിശേഷങ്ങളിൽ നാം കണ്ടുമുട്ടുക യേശുവിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും യാഥാർത്ഥ്യങ്ങളും അംഗീകരിക്കാനും യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനും സാധിക്കുന്ന പക്വതയാർന്ന ഒരു വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന ഒരു അതുല്യ വ്യക്തി എന്ന നിലയിൽ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിലെ ആത്മാർത്ഥമായ ഒരു ഹൃദയവും സത്യസന്ധമായിട്ടുള്ള പ്രവർത്തന ശൈലിയും തുറവിയുള്ള ഒരു മനസ്ഥിതിയും ഉണ്ടായിരുന്നു എന്നുള്ളത് ആണ് സത്യം. അപ്പോൾ ഇന്ന് തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന നാം ചെയ്യേണ്ട കാര്യങ്ങള് യേശുവിന്റെ ഈ മനസ്ഥിതിയുടെ വിശേഷങ്ങള് ആഴത്തിൽ മനസ്സിലാക്കി ഇവ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തന നിരതമാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവകാശപ്പെടാനും സാധിക്കണം, മറ്റുള്ളവർക്ക് പറയാനും സാധിക്കണം, ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ, സത്യസന്ധമായി പെരുമാറാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ, തുറവിയുള്ള മനസ്ഥിതിയുള്ള ഒരു മനുഷ്യൻ എന്ന് നമ്മെപ്പറ്റി പറയാൻ ഇടവരത്തക്ക വിധത്തില് നാം യേശുവിൽ വിളങ്ങിയിരുന്ന ഈ മനസ്ഥിതിയുടെ വിശേഷങ്ങള് ആഗിരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള തീവ്രമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നുള്ളതാണ് ഈ തിരുനാൾ ആഘോഷത്തിന്റെ ചൈതന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതോടുകൂടെ ഏതൊരു വ്യക്തിയിൽ ഈ ആത്മാർത്ഥതയും സത്യസന്ധതയും തുറവിയുടെയും അഭാവം കാണുന്നുവോ ആ വ്യക്തിയിൽ പ്രവർത്തനങ്ങളുടെ ഫലദായകത്വവും അതുവഴി ജീവിതത്തിന്റെ ഫലദായകത്വവും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഏതെങ്കിലും ഒരു കാര്യം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഒരു വ്യക്തിയിൽ കുറവുണ്ടാകുമ്പോൾ അതിനനുസരണമായി ആ വ്യക്തിയുടെ ജീവിതത്തിലും ഫലദായകത്വത്തിൽ കുറവ് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്.